ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ തക്കാളിത്തോട്ടം കേട്ടോ. തക്കാളിത്തോട്ടമല്ല, അത് പലവിധ സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ നോമ്പിൻ്റെ മുന്നേ തൈ കൊടുന്ന് വെച്ചാണ്. ഒരു തൈയിന് 5 രൂപ നിരക്കിൽ. അതിപ്പോൾ വളമയും കാര്യങ്ങളൊക്കെ ഇട്ട് സൂപ്പറായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഓരോ തൈകളിലും 10 15 തൈ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചെറിയ മഞ്ഞ കളറാണ്. 1 2 പഴുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി വലുതായി കിട്ടിയാൽ അത് പിടിച്ച് കെട്ടാനാണ് പ്രയാസം. അത്യാവശ്യം നന്നായി തന്നെ തക്കാളി ഉണ്ടാകുന്നതാണ്. നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കിയാൽ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരൈറ്റാണ്. ഇത് കണ്ടില്ല, അതിൻ്റെ അടിയിൽ ഞാൻ ഇടവേളയായിട്ട് നമ്മൾ കോൺ കൊടുത്തിരുന്നു. സ്വീറ്റ് കോൺ, കമ്പെന്ന് പറയും. ഇത് 10 തൈകൾ കൊടുത്തിരുന്നു, പക്ഷേ കോഴികൾ വന്ന് എല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ ചിലത് വലുതായിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ 3 തൈയാണുള്ളത്. 3 അതിൽ കോണ് വന്നിട്ടുണ്ട്. ഒന്ന് വളരെ വലുതാണ്, ഏകദേശം ഒരാൾ ഹൈറ്റിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ തൈകൾ കേട്ടോ. തക്കാളിൻ്റെ അടിയിൽ അതൊരു സുന്ദരമായിട്ട് നിൽക്കുന്നു. ഇത് കണ്ടില്ല, വഴുതന ഇത് നമ്മൾ അറക്കാൻ വൈകിയോണ്ട് തന്നെ മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് പച്ചമുളക് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇതൊരു വെറൈറ്റി ഇനം പച്ചമുളകാണ്. ഒരു തൈ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൽ തന്നെ പലതും ചുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുവന്നതൊക്കെ ഇപ്പോൾ നമ്മൾ അറക്കും, അല്ലാത്ത അവിടെ നിലനിർത്തും. പച്ചമുളക് ആവശ്യത്തിന് വേണ്ടി എടുക്കും. വെറുതെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇത് കണ്ടില്ലേ, നല്ല റെഡ് കളറായിട്ടുള്ള ഒരു വെറൈറ്റി ഇനം പച്ചമുളകാണിത്. ഇതിൻ്റെ ഇടവിളയായിട്ട് തന്നെ നമ്മൾ മത്തൻ വള്ളി, ചിരങ്ങ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പടരുന്നേ ഉള്ളൂ, അതൊക്കെ പടർന്ന് വലുതാവണം. അതിൻ്റെ അടുത്ത് തന്നെ മുരിങ്ങയില അതുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറിച്ച ചില മുളക് കേട്ടോ. ഇത് ഓർക്കാപ്പുളി കേട്ടോ. ഇത് നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ അച്ചാറിടാം, അങ്ങനെ പല ഐറ്റംസും. ഇത് ചുവന്ന ചീര, അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ പച്ച ചീരയുണ്ട്. ഇത് നോമ്പിൻ്റെ സമയത്ത് പാകിയതാണ് കേട്ടോ. കണ്ടില്ലേ, രണ്ടും നല്ല രസമുണ്ട്, ബൊക്ക രൂപത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ. ഇത് നമ്മൾ നാടൻ പപ്പായ. ഇത് പഴുത്തതിന് നല്ല ടേസ്റ്റാണ്. പച്ചന് ഉപ്പേരിയോ കറിയൊക്കെ വെക്കാം. ഇത് കുറേ നാളത്തെ ശേഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇനിയുള്ള നമ്മളെ കൈതച്ചക്ക കേട്ടോ. ഇഷ്ടം പോലെ കൈതച്ചക്ക ഉണ്ട്. നമ്മളെല്ലാവരും പുറത്തുനിന്ന് വാങ്ങുന്നവർ നമ്മൾ വീട്ടിൽ എവിടെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇതിന് അധികം വളമയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. കണ്ടില്ലേ, ഇപ്പോൾ 18ഓളം കൈതച്ചക്ക ഉണ്ട്. ഇത് നമ്മൾ മല്ലിച്ചപ്പ്, സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഇടാം, അതുപോലെ തന്നെ ജ്യൂസിലിടാം. ഇത് നമ്മൾ കറ്റാർ വാഴ കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ മുപ്പിച്ചുമ്പോൾ അതിൽ കൂട്ടാറുണ്ട്. ഇത് മുന്തിരിയുടെ വള്ളിയാണ്, പക്ഷെ മുന്തിരി ഉണ്ടായിട്ടില്ല, ഇതുണ്ടാവുന്നേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ അമ്പയങ്ങ എന്ന് പറയും, സ്വീറ്റ് അമ്പയങ്ങ, അതും ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ വരുന്ന ചിക്കു അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ അടക്കപ്പഴം. ഇതാണ് റംബുട്ടാൻ ആയി വരുന്നുള്ളൂ കേട്ടോ. അത് പച്ച കളറായിട്ടുള്ളൂ, റെഡിഷ് ആവും. നല്ല മധുരമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഒരുവിധം എവിടെ ഉണ്ടാവാത്തൊരു ഐറ്റമാണ്. കറിവേപ്പില കേട്ടോ. കറിവേപ്പില വലിയ മരം, എല്ലായിടത്തും ചെറിയ തൈകളാണ് ഉണ്ടാവുക. മരമായിട്ടുണ്ടാകുന്നത് വളരെ അപൂർവമാണ്. നമ്മൾ വീട്ടിൽ അത് അത്യാവശ്യത്തിൽ ഉണ്ട് കേട്ടോ. നല്ല തളിരലുകളൊക്കെ ഉണ്ടല്ലേ. ഇനി നമ്മൾ അടക്കാപ്പഴം ഒരു ദിവസം തന്നെ ഇഷ്ടം പോലെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നല്ല മധുരമുള്ള അടക്കാപ്പഴമാണ് കേട്ടോ. ഇത് നല്ല നാടൻ കോളർ മാങ്ങ എന്ന് പറയും. നല്ല പൊത്ത് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇത് ചക്ക, നമ്മൾ പ്ലാവിലുണ്ടാകുന്ന ചക്ക കണ്ടില്ലേ, ഇരട്ടച്ചക്ക. വളരെ ടേസ്റ്റുള്ളൊരു ചക്കയാണ് കേട്ടോ ഇത്.